ഇന്നിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ഈ പ്രദേശത്തുള്ള പൂമല പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരും ഇതിനോട് സഹകരിച്ചു. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവീതം ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാനാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയായ ഷെരീഫ് കിഡ്സിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല ബിരിയാണി കഴിച്ച ആളുകൾ മുഴുവൻ പറഞ്ഞു ഏറ്റവും നല്ല ബിരിയാണി ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണിയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്ക് സംതൃപ്തിയായി. ഇത് വളരെ മനോഹരമായി എല്ലാവരും സഹായിച്ചു. ഇത് തന്ന് സഹായിച്ച ഷെരീഫ് കിച്ചനും അതിൻ്റെ നിങ്ങളുടെ പ്രത്യേകിച്ച് അവരുടെ കൂട്ടുകാർക്കും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഇത് ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്ത് ചെറിയ സഹായം തന്ന മുഴുവൻ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ 1500 പരിപാടിക്ക് 350 കിലോൻ്റെ അടുത്ത് കോഴി എടുത്തിട്ടുണ്ട്. അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി നല്ല വൃത്തിയിൽ കഴുകുന്നുണ്ട്. നല്ലോണം വെള്ളമുള്ള സ്ഥലമാണ് അവിടെ. പൂമലയാണ്. ഇഞ്ചി കഴുകി നമ്മൾ ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ആദ്യം കഴുകി എടുത്തിട്ടുണ്ട്. സബോള നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിള്ളേർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നന്നാക്കി കഴിഞ്ഞു. പച്ചമുളകൊക്കെ ഞെട്ടി പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പുതിനയൊക്കെ നമ്മൾ കാലത്ത് അരിയുള്ളൂ. സബോള കഴുകിയിട്ട് വന്നു. നമ്മുടെ ഐറ്റംസുകളാണ് ഇരിക്കുന്നത് കേട്ടോ. 1500 പരിപാടിയുടെ ഐറ്റംസാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാം കമ്പനി സാധനങ്ങൾ യൂസ് ചെയ്യണത്. ഈസ്റ്റേനാണെങ്കിലും അതുപോലെ RKG നെയ്യ്. ഇത് എടുത്തിരിക്കുന്ന ചേലക്കര സേവ്മാർട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ സാധനങ്ങൾ മൊത്തം. കറിവേപ്പിലൊക്കെ ഇവിടുന്ന് പൊട്ടിക്കുക ചെയ്തു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വളപ്പിൽ. അവിടെ നിന്ന് തന്നെ പൊട്ടിക്കുക ചെയ്തു. നല്ല നാടൻ കറിവേപ്പില. ഒരു ട്രിപ്പ് നേരത്തെ കഴുകി വെച്ചു. ഇതാ രണ്ടാമത്തെ ട്രിപ്പ് പിള്ളേർ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കത് ഒരു ട്രിപ്പ് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മസാലയൊക്കെ പോവാണ്. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ, കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ മസാല കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മസാല കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാല ഇളക്കിയത് സെറ്റാക്കി വയ്ക്കാം. ഇതെല്ലാം ആകുമ്പോൾ ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മുകളിൽ. ഉരുളി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സബോള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് നമ്മൾ വറുത്ത് വരാൻ പോവുകയാണ്. കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ മെഷീനിലാണ് ഉള്ളി കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉള്ളി പൊരിച്ചെടുക്കാം. ഈ നിറയാകുമ്പോൾ കോരണം. ഇതിന് വഴുകിയാൽ പിന്നെ അതാകെ കരിഞ്ഞു പോകും. കറിവേപ്പില അതും ഗാർണിഷിന് വേണ്ടിയിട്ട് വറുത്തെടുക്കുകയാണ്. നല്ല ഫ്രൈ ആക്കി വറുത്തിട്ടുണ്ട്. അത് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. പിള്ളേരവിടെ കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കളർ മാറിപ്പോവും. മുന്തിരി എണ്ണയിലിട്ടു. എന്താ സ്റ്റൈല്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ തീ വയ്ക്കുകയും ചെയ്യരുത്. ഇതൊക്കെ നോർമലി വയ്ക്കാനേ പാടുള്ളൂ. മുന്തിരി പൊരിച്ച് കഴിഞ്ഞു. അത് കോരിയിടുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ അനൂപ്. മസാല എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മൾ പൊടിക്കുന്ന മസാല കേട്ടോ. ഈ എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമ്മൾ വറുത്തെടുത്ത് പൊടിക്കുകയാണ് ചെയ്യുക. നമ്മളിനി കോഴി പൊരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നല്ലോണം തീ കൂട്ടി കൊടുത്തു. കോഴി പൊരിക്കാൻ പോവുകയാണ്.
കോഴി വറുത്ത് കോരി വയ്ക്കുക. ഈ ചുവന്നുള്ളി അരച്ചതാണ് കേട്ടോ. ചുവന്നുള്ളി, ഇത് വെളുത്തുള്ളി അരച്ചതാണ്. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി മെഷീനിൽ ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കേട്ടോ. അതുകൊണ്ടാണ് ആ വെള്ളം പോലെ കാണുന്നത്. ഇനി നമുക്ക് മസാല അടിക്കാം. ആ കോഴി പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ മൊത്തം ഇളക്കുകയാണ്. ഏകദേശം ഒരു 3/4 പാക്കറ്റ് ഉപ്പ് നമ്മൾ അതിലിട്ടുണ്ട്. മസാല ഇതായിക്കൊണ്ടിരിക്കണം. ഇനി നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്യാണ്. മെഷീനിൽ അരച്ചുകൊണ്ട് നല്ലോണം പെട്ടെന്ന് പിന്നെ വേവാധികം താമസം പിടിക്കില്ല, നല്ലോണം പേസ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മൾ വേറെ മസാല ഉണ്ടാക്കുകയാണ്. അത് ചുവന്നുള്ളി ചതച്ചത് എണ്ണയിലിടുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ അങ്ങനെ ഒതുങ്ങി ചതക്കാനേ പോകുള്ളൂ. ഫുള്ള് അരഞ്ഞു പോകരുത്. ഫുള്ള് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും. വെളുത്തുള്ളി ചതച്ചാണത്, അതിലാണ്. ഇത് കൂടി 3 കൂടി മിക്സ് ചെയ്തിട്ട് ഇത് വേറൊരു സെപ്പറേറ്റ് ഉള്ളിൽ നമ്മൾ ചെയ്യുക. ഇത് നല്ലോണം മസാല ആയതിനു ശേഷം നമ്മൾ അതിൽ കൊണ്ടുപോയി ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മസാല ഏകദേശം ആയി. മുളക് പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി. ഇനി നല്ലോണം മിക്സ് ചെയ്ത് അതൊന്ന് എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി റെഡിയാക്കാൻ പോവാണ്. കറിവേപ്പിൻ്റെ ഇല പിന്നെ ഇഷ്ടം പോലെയാണ് ഇവിടെ. മസാല ആയി. നമ്മൾ കുരുമുളക് മേടിക്കുക ചെയ്യാറ്, എന്നിട്ട് അത് പൊടിച്ചെടുക്കുക ചെയ്യാറ്. നല്ല ഫ്രഷ് സാധനമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഗരം മസാല നമ്മൾ നേരത്തെ ചൂടാക്കില്ല, ആ മസാല പൊടിച്ചതാണ്. ഇനി മസാല ഇടുകയാണ്, ഗരം മസാല ഇടുകയാണ്. മസാലയിൽ ഇത് കുരുമുളകാണ്. ഉപ്പ് ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളിപ്പോൾ അപ്പുറത്ത് ശരിയാക്കിയ മസാല ഇതിൽ കൊടുന്ന് ആഡ് ചെയ്യാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ആ പേസ്റ്റ് മസാല ആക്കിയിട്ട് ഇതിൽ കൊടുന്ന് ആഡ് ചെയ്യാണ്. നല്ല സ്മെല്ലാണിപ്പോൾ. മല്ലി, പുതിന അരിഞ്ഞു, അത് അതിൽ ആഡ് ചെയ്തു. നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അത് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇനി ഈ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ കയറിയ ക്യാപ്സിക്ക വെട്ടിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ അത്. പിന്നെ ഒരു പാക്കറ്റ് തൈരും ആ മസാലയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചെമ്പിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിരിയാണി ചെമ്പിലേക്ക്. ഇനി നമുക്ക് കോഴി മിക്സ് ചെയ്യാം, മസാലയിലിട്ട് മുളയ്ക്കാം. വെച്ചിട്ട് കോഴി പിള്ളേർ അടുത്ത് പോകുന്നു. നല്ലോണം മിക്സ് ചെയ്യണം. ഒരു കഷ്ണം പോലും മസാല പിടിക്കാണ്ടിരിക്കരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഗാർണിഷ് ചെയ്യണം. നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി മൊത്തം ചിക്കൻ ഒന്നിൽ കൊണ്ടില്ല, അപ്പോൾ 2 പാത്രത്തിലായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള, മല്ലിയില, അതുപോലെ ക്യാരറ്റ് ഒക്കെ നമ്മൾ ഗാർണിഷ് ചെയ്തു. ഇപ്പോൾ ചിക്കൻ്റെ പരിപാടി നമ്മുടെ കഴിഞ്ഞിരിക്കണം. ഇനി നമ്മൾ റൈസിലേക്കാണ് പോകുന്നത്.
ഗ്രീൻ പീസ് ഇട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ചു കിട്ടും. നമ്മൾ നേരത്തെ വെച്ച വെള്ളം തിളച്ചു. അതിൽ ഗ്രീൻ പീസ്, ഉപ്പിട്ടു, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഡാൽഡ ഒഴിക്കുകയാണ് എനിക്ക് വെള്ളത്തിലേക്ക്. റോസ് ആണ് ബ്രാൻഡ് കേട്ടോ. അരി റോസ് ബ്രാൻഡ് അരിയാണ്. കഴുകി നമ്മൾ ഊറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. നല്ല അന്തരീക്ഷമായിട്ട് ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അതിലേക്ക് ഇടാനുള്ള മസാല ചെയ്തുകൊണ്ടിരിക്കുക. അരി കഴുകി കൊടുന്ന് ഇടാൻ പോവാണ്. അരി ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കും. മല്ലിയില ഇട്ടു, ആൽക്കേച്ച് ഒഴിക്കുകയാണ്. ഇത് പൊടിച്ചു വെച്ച മസാല കേട്ടോ, ഗരം മസാല. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കുക. ദമ്മ് പൊട്ടിച്ച് നോക്കാം കേട്ടോ. മൂടിയൊക്കെ മാറ്റി ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് ഇളക്കുമ്പോൾ പിന്നെ അത് എല്ലായിടത്തും എത്തിക്കിട്ടും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതെൻ്റെ മാഷന്മാരാണ് രണ്ടാൾ കേട്ടോ, ജിജോ കുര്യനും ജോജോ കുര്യനും. എല്ലാം ഇളക്കി സെറ്റാക്കി നിന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിത് കൊടുക്കാനുള്ള അവിടേക്ക് നമുക്ക് കൊണ്ടുപോകാം. കച്ചമ്പറ് നമ്മൾ തൈരിലല്ല ഉണ്ടാക്കുന്നത്, സുർക്കയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഓരോ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഭക്ഷണം ഓരോ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ തൈരിൽ ഒഴിക്കുമ്പോൾ അത് കേട് വന്നാലോ എന്നുള്ള രീതിയിൽ നമ്മൾ സുർക്കയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം വീടുകളിൽ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പാക്ക് ചെയ്തിട്ട് വീടുകളിലേക്ക് ഓരോ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതിനുള്ള പിള്ളേർ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് ഇവിടെ. യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. എന്തിനും റെഡിയായിട്ടുള്ള പിള്ളേരാണ്. ഇനി നമുക്ക് ചോറ് നമുക്ക് അങ്ങോട്ട് പകർത്താം. ഇത് രണ്ടാമത്തെ ചെമ്പ് ഇറങ്ങി. ഒരു ചെമ്പിൽ 50 കിലോ വെച്ച് നമ്മൾ ഇട്ടിരിക്കുന്നത്. സലാഡ് സെറ്റായിട്ടുണ്ട്. പിള്ളേർ പാക്ക് ചെയ്യാണ്. ഇത് നമുക്ക് ചോറിൻ്റെ മുകളിലിടാനേ നമ്മൾ വലിയ പാത്രത്തിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള പൈനാപ്പിൾ പിള്ളേർ വെട്ടിക്കൊണ്ടിരിക്കണം അവിടെ. വലിയ വട്ടച്ചമ്പ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ചോറ് പകർത്തിയിട്ട് അപ്പോൾ പിന്നെ അതിന് 4 പുറത്ത് നിന്ന് എടുത്തു കൊടുക്കാൻ സൗകര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു വട്ടച്ചമ്പ് വെച്ച് അതിലേക്ക് പകർത്താണ് ചോറ് മൊത്തം. പാക്കിങ്ങിൻ്റെ ഓരോ സെക്ഷൻ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സജീവമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കരുത്, ഷെരീഫ് കിച്ചൻ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.